Hello students, welcome to Easy Learning with Suvida. ബയോളജിക്കൽ ക്ലോക്ക് അഥവാ ജൈവഘടികാരം. സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ് അപ്പ് ആർ എക്സാമ്പിൾസ് ഫോർ റിതമിക് ബോഡ്ലി ആക്ടിവിറ്റീസ്. താളാത്മകമായ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ഉറക്കവും ഉണരലും. ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആർ കൺട്രോൾഡ് ബൈ ദ പീനിയൽ ഗ്ലാൻഡ് സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ. ഇത്തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ്. മെലറ്റനിൻ, ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഗ്ലാൻഡ്, ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ റിതം ഓഫ് അവർ ഡെയിലി ആക്ടിവിറ്റീസ്. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റനിൻ എന്ന ഹോർമോണാണ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. ദ പ്രൊഡക്ഷൻ ഓഫ് മെലറ്റനിൻ ഈസ് ഹൈ അറ്റ് നൈറ്റ് ആൻഡ് ലോ ഡ്യൂറിംഗ് ദ ഡേ. മെലറ്റനിൻ്റെ ഉൽപ്പാദനം രാത്രി കാലഘട്ടങ്ങളിൽ വളരെ കൂടുതലും എന്നാൽ പകൽ സമയത്ത് വളരെ കുറവുമാണ്. ഹൗ ഡസ് ദ പ്രസൻസ് ഓഫ് മെലറ്റനിൻ ഇൻഫ്ലുവൻസ് സ്ലീപ്പ് ആൻഡ് വേക്കിംഗ് അപ്പ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇൻഫറൻസസ്. മെലറ്റനിൻ്റെ സാന്നിധ്യം ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത് നിഗമനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഹോർമോൺ ഓൾസോ കൺട്രോൾസ് ദ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ഡെഫിനിറ്റ് റീപ്രൊഡക്റ്റീവ് പീരീഡ്സ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ്, അതായത് മെലറ്റനിൻ എന്ന ഹോർമോണാണ്. നെക്സ്റ്റ്, ബിഹൈൻഡ് ഗ്രോത്ത്, അതായത് വളർച്ചയ്ക്ക് പിന്നിൽ. ഗ്രോത്ത് ഓഫ് ദ ബോഡി ടേക്സ് പ്ലേസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോർമോൺസ്. ശരീരത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്നത് ഹോർമോണുകളാണ്. ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത്. Analyze figure 3.7 and write down the structure and position of the pituitary gland in the science diary. ചിത്രീകരണം 3.7 നിരീക്ഷിച്ചിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്ഥാനവും ഘടനയുമൊക്കെ മനസ്സിലാക്കി അത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, തലാമസിലേക്ക് എത്തുന്നത് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ നിന്നും നെർവ് ഫൈബേഴ്സ് വഴിയാണ് ഹൈപ്പോ തലാമസിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ്, ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ നിന്നും പോർട്ടൽ സിരകൾ വഴിയാണ് ഹൈപ്പോ തലാമസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പൊസിഷൻ ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ഡ്യൂറിങ് ഇറ്റ്സ് ഗ്രോത്ത് ഫേസ് ഈസ് ദ ഗ്രോത്ത് ഹോർമോൺ ഓർ സൊമാറ്റോട്രോഫിൻ. വളർച്ചാ കാലഘട്ടങ്ങളിൽ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ അതായത് സൊമാറ്റോട്രോഫിൻ എന്നത്. അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബിലോ ആൻഡ് ഡ്രോ ഇൻഫറൻസസ് ഓൺ ഹൗ ദ വേരിയേഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ അഫക്റ്റ് ഗ്രോത്ത്. അതായത് വളർച്ചാ കാലഘട്ടങ്ങളിൽ വളർച്ചയെ സഹായിക്കുന്ന സൊമാറ്റോട്രോഫിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ശരീരത്തെ അത് ബാധിക്കുന്നത് എന്നതാണ് താഴെ പറയുന്ന ഈ വിവരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. If the production of somatotrophin increases during the growth phase, it leads to the excessive growth of the body. This condition is called gigantism. അതായത് വളർച്ചാ കാലഘട്ടങ്ങളിൽ സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമായി ഉയരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉൽപ്പാദനം കൂടിയാൽ അത് ശരീരത്തിൻ്റെ അമിതമായ വളർച്ചയ്ക്ക് കാരണമാകും. ഇതാണ് ഭീമാകാരത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ലീഡ്സ് ടു അനദർ സ്റ്റേജ് കോൾഡ് ഡാർഫിസം വെൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഡിക്രീസസ് ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്. അതായത് അതേസമയം വളർച്ചാ കാലഘട്ടങ്ങളിൽ ഈ സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ അത് ഡ്വാർഫിസം അല്ലെങ്കിൽ വാമനത്വം എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഒരു ശരീര അവസ്ഥയായി മാറുന്നു. അപ്പോൾ രണ്ട് രീതിയിലാണ് സൊമാറ്റോട്രോഫിൻ്റെ ഈ പ്രൊഡക്ഷൻ നമ്മുടെ ഗ്രോത്ത് ഫേസിൽ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, എക്സസീവ് ആയാൽ നമ്മുടെ ശരീരം ക്രമാതീതമായി വളരും, അതാണ് ജൈജാൻറ്റിസം അല്ലെങ്കിൽ ഭീമാകാരത്വം എന്ന് പറയുന്നത്. അതല്ല, ഈ പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ, സൊമാറ്റോട്രോഫിൻ്റെ ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ അത് ഗ്രോത്ത് ഫേസിലാവുമ്പോൾ അത് വാമനത്വം ഡ്വാർഫിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. അക്രോമെഗലി ഈസ് ദ കണ്ടീഷൻ കോസ്ഡ് ബൈ ദ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോഫിൻ ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ്. ഇനി ശ്രദ്ധിക്കുക, വളർച്ചാ കാലഘട്ടത്തിന് ശേഷമാണ് നമ്മുടെ ശരീരത്തിൽ ഈ സൊമാറ്റോട്രോഫിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായി വരുന്നതെങ്കിൽ, എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോഫിൻ ഉണ്ടാകുന്നതെങ്കിൽ അത് അക്രോമെഗലി എന്ന കണ്ടീഷനിലേക്കാണ് പോകുന്നത്.
അപ്പോൾ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത് എക്സസീവ് പ്രൊഡക്ഷൻ ആകുമ്പോൾ അത് ജൈജാൻറ്റിസവും, അതേസമയം ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ആണെങ്കിൽ അത് അക്രോമെഗലി എന്ന കണ്ടീഷനിലേക്കാണ് പോകുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ദ ബോൺസ് ഓൺ ദി ഫേസ്, ജോസ് ആൻഡ് ഫിംഗേഴ്സ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ ക്രമാതീതമായി വളരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണ് അക്രോമെഗലി എന്ന ശരീരാവസ്ഥയുടെ ലക്ഷണങ്ങൾ. The anterior lobe of the pituitary gland produces hormones which regulate the functions of other endocrine glands. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നു. ദീസ് ആർ ട്രോപ്പിക് ഹോർമോൺസ്. ഇതാണ് ട്രോപ്പിക് ഹോർമോണുകൾ. ഹെൻസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദ എൻഡോക്രൈൻ സിസ്റ്റം. അതുകൊണ്ട് തന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് അന്തസ്രാവി വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. Analyze table 3.1 showing the hormone produced by the anterior lobe of the pituitary gland and write down the inferences in the science diary. ചിത്രീകരണം 3.1 അതൊരു പട്ടികയാണ്. അതിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിഗമനങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് പട്ടികയാണ്, രണ്ട് കോളമാണുള്ളത്. ഒന്നിൽ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളും, നെക്സ്റ്റ് കോളത്തിൽ അവയുടെ ഫങ്ഷനും അവയുടെ ധർമ്മവുമാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH എന്നാണ് അറിയപ്പെടുക. അപ്പോൾ നിങ്ങൾ ഈ അബ്രിവേഷൻസ് ഒക്കെ കൃത്യമായി പഠിക്കുക. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. നെക്സ്റ്റ് വൺ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, ACTH എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് അഡ്രീനൽ കോർട്ടക്സ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നത് ACTH ആണ്. നെക്സ്റ്റ് ഗോനാഡോട്രോപ്പിക് ഹോർമോൺ, GTH ആണ്. ഗോനാഡോട്രോപ്പിക് ഹോർമോൺ, ഇതിൻ്റെ ഫങ്ഷൻ സ്റ്റിമുലേറ്റ്സ് ദ ആക്ടിവിറ്റി ഓഫ് ടെസ്റ്റസ് ഇൻ മെയിൽസ് ആൻഡ് ഓവറീസ് ഇൻ ഫീമെയിൽസ്. പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും അതുപോലെ തന്നെ സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്നത് GTH ആണ്. നെക്സ്റ്റ് ഗ്രോത്ത് ഹോർമോൺ, GH ഓർ സോമാറ്റോട്രോപ്പിക് ഹോർമോൺ, STH. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. നെക്സ്റ്റ് വൺ പ്രൊലാക്റ്റിൻ, പ്രൊലാക്റ്റിൻ്റെ ഉൽപ്പാദനം, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊലാക്റ്റിൻ ആണ്. ഓക്കെ, ഈ ഫങ്ഷനൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ചൈൽഡ് ബർത്ത്, ബ്രസ്റ്റ് ഫീഡിങ്, മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ബാലൻസ്, പ്രസവം, മുലയൂട്ടൽ, ജലസന്തുലനം. The hormones oxytocin and vasopressin, which are secreted from the posterior lobe of the pituitary gland, are produced by the special neurosecretory cells of the hypothalamus. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതലത്തിൽ നിന്ന് സ്രവിക്കുന്ന ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ദ പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റോർസ് ദീസ് ഹോർമോൺസ് ആൻഡ് റിലീസസ് ഇൻ ടു ബ്ലഡ് വെൻ റിക്വയർഡ്. ഈ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ സംഭരിച്ചു വയ്ക്കുകയും പിന്നീട് ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു. അനലൈസ് ഫിഗർ 3.7 ആൻഡ് ടേബിൾ 3.2 ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. പട്ടിക 3.2 അതുപോലെ 3.7 എന്ന ഫിഗറും അനലൈസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, ഹോർമോണും അതിൻ്റെ ഫങ്ഷനും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹോർമോണുകളെ കുറിച്ചാണ് പറഞ്ഞത്, ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്കെ, ഫസ്റ്റ് വൺ ഓക്സിറ്റോസിൻ, അതിൻ്റെ ഫങ്ഷൻ ഫെസിലിറ്റേറ്റ്സ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ ദ യൂട്രൈൻ വാൾ. അതായത് ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. അപ്പോൾ പ്രസവ സമയത്താണ് ഈ ഓക്സിറ്റോസിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ, എന്താണ്? മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ വാസോപ്രസിൻ ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, ADH എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. വൃക്കയിൽ നിന്നും ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നത് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ആണ്. ഓക്കെ,
Vasopressin regulates the level of water in the body through the reabsorption of the water in kidneys. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് ഡിസ്കസ് ഇല്ലുസ്ട്രേഷൻ 3.6 ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് നോട്ട്സ് ഇൻ ദി സയൻസ് ഡയറി. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം നമ്മൾ കണ്ടിട്ട് അതിൽ നിന്നും സൂചകങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം, സയൻസ് ഡയറിയിൽ നമ്മുടെ നിഗമനങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ജലം, അതിൻ്റെ തുലനാവസ്ഥ, വാട്ടർ ബാലൻസ് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ചിത്രീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോർമൽ ലെവൽ ഓഫ് വാട്ടർ ആണ് ബ്ലഡിലെങ്കിൽ അത് മെയിൻറ്റെയിൻസ് ദ ലെവൽ ഓഫ് വാട്ടർ ആണ്. ബ്ലഡിൽ കൃത്യമായ അളവിലായിരിക്കും വാട്ടർ ഉണ്ടാവുക. നെക്സ്റ്റ് ഇന്നത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ബ്ലഡിൽ വാട്ടറിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴെന്താണ് സംഭവിക്കുക, ഡിക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ. ബ്ലഡിൽ ഏത് സമയത്താണോ വാട്ടറിൻ്റെ അളവ് കൂടുന്നത് അപ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നീസ്. അതായത് വൃക്കയിൽ നിന്ന് ജലത്തിൻ്റെ പുനരാകിരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി നമ്മുടെ ബ്ലഡിൽ എന്താണ്, വാട്ടർ ലെവൽ കൂടുതലാണ്. അതുകൊണ്ട് വാസോപ്രസിൻ ഉൽപ്പാദനം കൂട്ടുകയാണ്, വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ കിഡ്നിയിൽ നിന്നുള്ള ജലവും റീഅബ്സോർബ് ചെയ്യും. അപ്പം വാട്ടർ ലെവൽ വീണ്ടും കൂടും. അതുകൊണ്ടാണ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം അപ്പോൾ കുറയും. അതുകൊണ്ട് തന്നെ കിഡ്നിയിൽ നിന്നുള്ള, വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും ചെയ്യുന്നു. അതുകൂടാതെ റൈസസ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ, മൂത്രത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. കാരണം വാട്ടർ ലെവൽ ബ്ലഡിൽ കൂടുതലാണ്, അപ്പോൾ അത് കുറയ്ക്കണം. അങ്ങനെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കുകയും ചെയ്യും, മൂത്രത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നീട് മെയിൻറ്റെയിൻസ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ബ്ലഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി മറ്റൊരവസ്ഥ, നമ്മുടെ ബ്ലഡിൽ വാട്ടർ ലെവൽ കുറയുകയാണെങ്കിൽ, ബ്ലഡിൽ വാട്ടറിൻ്റെ അളവ്, ജലത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഇൻക്രീസസ് ആവും. കാരണം എന്ത് ചെയ്യണം, റീഅബ്സോർപ്ഷൻ നടക്കണം. അതുകൊണ്ട് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നീസ്. അപ്പോൾ വൃക്കയിൽ നിന്നും ജലത്തിൻ്റെ പുനരാകിരണം കൂടുകയും ചെയ്യും. കാരണം കൂട്ടണം, ബ്ലഡിൽ വാട്ടറിൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ റീഅബ്സോർപ്ഷനും കൂടും, വാസോപ്രസിൻ്റെ പ്രൊഡക്ഷനും കൂടുന്നു. പിന്നീടുള്ളൊരു ഇത് യൂറിൻ്റെ അളവാണ്. ലോവേഴ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ. അങ്ങനെ മൂത്രത്തിൻ്റെ അളവ് വളരെ കുറയ്ക്കുന്നു. കാരണം ഓൾറെഡി വാട്ടർ ലെവൽ കുറവാണ്. മൂത്രത്തിലൂടെ ജലം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീടും കുറയും. അതുകൊണ്ട് മൂത്രത്തിൻ്റെ അളവും കുറയ്ക്കുന്നു. ഇങ്ങനെയാണ് മെയിൻ്റനൻസ് ഓഫ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഈസ് ഹൈ ഇൻ ദ സമ്മർ സീസൺ ഡ്യൂറിങ് വിച്ച് വാട്ടർ ലോസ് ഈസ് എക്സസീവ് ത്രൂ സ്വെറ്റ്. വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്നും ഒരുപാട് ജലനഷ്ടം ഉണ്ടാകുന്നതിനാൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. ബട്ട് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഈസ് ലെസ് ഡ്യൂറിങ് ദ വിൻ്റർ ആൻഡ് റെയിനി സീസൺ. പക്ഷേ മഴക്കാലഘട്ടത്തിലും തണുപ്പ് കാലഘട്ടത്തിലും ഇതിൻ്റെ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ എക്സ്പെൽഡ് ഡ്യൂറിങ് ദ സമ്മർ ആൻഡ് റെയിനി സീസൺ. അപ്പോൾ വേനൽക്കാലത്തും മഴക്കാലത്തും ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന മൂത്രത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, ഹൗ ഡസ് ഡിക്രീസ് ഇൻ ദ സെക്രീഷൻ ഓഫ് വാസോപ്രസിൻ അഫക്റ്റ് ദ ബോഡി. അതായത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ട് അത് ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുക. നമ്മുടെ നോട്ട് ഡൗൺ യുവർ അസംഷൻ, നമ്മുടെ നിഗമനങ്ങൾ അല്ലെങ്കിൽ ഊഹം കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നീസ് ഈസ് ഡിക്രീസ്ഡ് ആൻഡ് എക്സസ് എമൗണ്ട് ഓഫ് യൂറിൻ ഈസ് എലിമിനേറ്റഡ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണവും കുറയും, കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് എക്സെട്ര ആർ ദ സിംറ്റംസ്. കൂടെയുള്ള മൂത്രവിസർജനം, അതുപോലെ തന്നെ കൂടിയ അളവിലുള്ള ദാഹം എന്നിവയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നെക്സ്റ്റ് വൺ, ബിഹൈൻഡ് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ലൈംഗിക സവിശേഷതകൾക്ക് പിന്നിൽ. ദ ഓവറി ആൻഡ് ടെസ്റ്റിസ് സെക്രീറ്റ് സെക്സ് ഹോർമോൺ. നമുക്കറിയാം ഫീമെയിൽ സെക്സ് ഓർഗണാണ് ഓവറീസ്, ആൻഡ് മെയിൽ സെക്സ് ഓർഗണാണ്
ടെസ്റ്റിസ്. ഈ രണ്ട് സെക്സ് ഓർഗൻസും സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അനലൈസ് ഇല്ലുസ്ട്രേഷൻ 3.7 ആൻഡ് പ്രിപ്പയർ എ ടേബിൾ ബൈ ഇൻക്ലൂഡിംഗ് ഹോർമോൺസ്, സെൻറ്റർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഫങ്ഷൻ. ചിത്രീകരണം 3.7 വിശകലനം ചെയ്ത് ഹോർമോണുകൾ, അവയുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ധർമ്മം എന്നിവ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടെസ്റ്റിസിൻ്റെയും ഓവറിയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഹോർമോണും കൊടുത്തിട്ടുണ്ട്, ആ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ടെസ്റ്റിസിൻ്റെയാണ്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അതിൻ്റെ ഫങ്ഷൻ കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ചേഞ്ച് ഇൻ വോയിസ്, ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് സ്പേം പ്രൊഡക്ഷൻ. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, ശബ്ദമാറ്റം, രോമം വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ബീജോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അതുപോലെ തന്നെ ഓവറിയിലെ ഫസ്റ്റ് ഹോർമോണാണ് ഈസ്ട്രജൻ. അതിൻ്റെ ഫങ്ഷൻ കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ എക്സെട്ര. ഇതിലെ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അണ്ടോൽപാദനം, അതുപോലെ തന്നെ ആർത്തവ ചക്രത്തിൻ്റെ നിയന്ത്രണം എന്നിവയാണ് ഈസ്ട്രജൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ പ്രൊജസ്ട്രോൺ ആണ്. കൺട്രോൾസ് ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദ യൂട്രസ്. അണ്ടോൽപാദനം, ആർത്തവ ചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ ധർമ്മം അല്ലെങ്കിൽ അവയുടെയൊക്കെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് പ്രൊജസ്ട്രോൺ ആണ്. ഇതാണ് സെക്ഷുവൽ ഹോർമോൺസും അവയുടെ ഫങ്ഷൻസും. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൈം കൺട്രോളർ, അതായത് മുഖ്യ നിയന്ത്രകൻ. ഹൈപ്പോതലാമസ്, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ടു. മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. ഇറ്റ് കൺട്രോൾസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദെയർബൈ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതുവഴി മറ്റുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് ഇല്ലുസ്ട്രേഷൻ 3.8 ആൻഡ് റൈറ്റ് ഡൗൺ ഇൻഫറൻസസ് ഇൻ ദ സയൻസ് ഡയറി. ചിത്രീകരണം 3.8 സൂചകങ്ങൾക്കനുസരിച്ച് അവ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹൈപ്പോതലാമസ് കൊടുത്തിട്ടുണ്ട്, അവിടെ റിലീസിങ് ഹോർമോൺസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻ സ്റ്റിമുലേറ്റ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെക്രീറ്റ്സ് ട്രോപ്പിക് ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് ഏതൊക്കെയാണ് ട്രോപ്പിക് ഹോർമോൺസ്? TSH. ഇവയൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. TSH, ACTH, GTH ഇവയാണ് ട്രോപ്പിക് ഹോർമോൺസ്. നെക്സ്റ്റ് വൺ ഇൻഹിബിറ്ററി ഹോർമോൺ. ഇൻഹിബിറ്ററി ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺസ് ഇൻ ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു. ഓക്കെ, ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. The hypothalamus controls the pituitary gland and thereby the entire endocrine system by producing a variety of releasing hormones and inhibitory hormones. വിവിധതരം റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്നു. അങ്ങനെയാണ് ഹൈപ്പോതലാമസ് പ്രൈം കൺട്രോളർ ആകുന്നത്.